ഹൈ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന ആളുകളാവാം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് വെൽ മാനേജറാണ്. ഫണ്ട് മാനേജേഴ്സ് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഒരു ഡീസൻറ്റ് റിട്ടേൺ നൽകാറുമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ജസ്റ്റ് ഒരു മുഖവുര, അതിനുശേഷം എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്കുകളിൽ പല പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. എന്നാൽ ചില ആളുകൾ ജോലിയിൽ തിരക്കുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ചെയ്യാനായിട്ട് ധാരണക്കുറവുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, സാധാരണക്കാരായ ജനങ്ങൾ, ഒരു കമ്പനിയിൽ അവരുടെ ഫണ്ട് ഏൽപ്പിക്കും. കമ്പനിയോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തൂ, അതിൻ്റെ ഒരു ചെലവ് നിങ്ങളെടുത്തോളൂ, അതിൻ്റെ റിട്ടേൺ ബാക്കി ഞങ്ങൾക്ക് തരൂ. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഒരു കമ്പനീസിൽ ഫണ്ട് നിക്ഷേപിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ജനങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വലിയൊരു ഫണ്ട് കിട്ടും. ആ ഫണ്ട് അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിട്ടേൺ നമ്മൾക്ക് നൽകുന്ന പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള അനാലിസിസുകൾ പൊതുവേ നടത്താറുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ വെറുതെ വിടാണെന്ന് പതിവ്. കാരണം മ്യൂച്വൽ ഫണ്ട് നല്ല റിട്ടേൺ ഉണ്ടാക്കുമല്ലോ, എന്തിനാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ പോയി വലിയ അനാലിസിസുകൾ നടത്തുന്നത്? എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് മാറ്റിവെച്ചാൽ കൂടിയും നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിനെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിനെ കാണുമ്പോൾ, ഒരു സ്റ്റോക്കിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കാറുണ്ട്. അല്ലാതെ സ്റ്റോക്കിൻ്റെ LTP അല്ല, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് അല്ല നോക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനിയിൽ എത്ര കൂടുന്നോ അത്ര കമ്പനി സ്ട്രെങ്ത് ആണെന്ന് നമ്മൾ പറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന രീതിയിൽ തരം തിരിക്കാറുമുണ്ട്. മ്യൂച്വൽ ഫണ്ടിനുണ്ട് അത്തരത്തിലുള്ളൊരു തരംതിരിവ്. അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് ഒറ്റ നോട്ടത്തിലൂടെ എത്ര വലിയ സ്ട്രെങ്ത് ഉള്ള മ്യൂച്വൽ ഫണ്ടാണെന്ന് കണക്കാക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ AUM എന്ന് പറയുന്നത്, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. AUM എത്ര കൂടിയിരിക്കുന്നുവോ അത്രം ഫണ്ട് ആ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് AUM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജനങ്ങൾ അവരുടെ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് കൊടുക്കുന്നു. മ്യൂച്വൽ ഫണ്ട് കമ്പനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സാണല്ലോ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഒരുപാട് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി, സാലറി, അതുപോലെയുള്ള അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസ്. ഈ എക്സ്പെൻസുകളെല്ലാം തന്നെ അവർ എടുക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പൈസയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എക്സ്പെൻസ് റേഷ്യോ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ AUM നമ്മൾ കണ്ട പോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ അവിടെ അത് വിസിബിളാണ്. എക്സ്പെൻസ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.1 ആണെന്നിരിക്കട്ടെ. ഒരു വർഷം നമ്മളുടെ ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യാൻ അവർക്ക് വേണ്ടത് 0.1, 5 ലക്ഷത്തിൻ്റെ 0.1 എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. ഇതേ സ്ഥാനത്ത് അതൊരു 0.9 ആണെങ്കിലോ അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് 4500 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എക്സ്പെൻസ് റേഷ്യോ ഇനി നിർബന്ധമായിട്ടും നോക്കണം. ഇനി മൂന്നാമത്തെ പാരാമീറ്റേഴ്സാണ് നമുക്കതിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ലോക്കിൻ പീരീഡാണ്. ലോക്കിൻ പീരീഡ് ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷം ഉണ്ട്, 3 വർഷം ഉണ്ടെങ്കിൽ അതിനർത്ഥം അതിനുള്ളിൽ അത് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അവർ ചാർജ് ഈടാക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായ രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലോക്കിൻ പീരീഡുകൾ ഉണ്ടാവാറില്ല. ലോക്കിൻ പീരീഡ് ഉള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ടാണ്, ELSS മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അത് അവിടെ നിൽക്കട്ടെ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലോക്കിൻ പീരീഡുകൾ ഉണ്ടാവാറില്ല എങ്കിൽ കൂടിയും 1 വർഷത്തെ എക്സിറ്റ് ലോഡ് ഉണ്ട്. ഈ അടുത്ത പാരാമീറ്ററാണ് എക്സിറ്റ് ലോഡ്. എക്സിറ്റ് ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 1 വർഷത്തിന് മുമ്പ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെന്ന് കരുതിക്കോ. നമുക്ക് എക്സിറ്റ് ചെയ്യുകയാണെന്ന് കരുതിക്കോ.
അപ്പോൾ നമുക്ക് അവിടെ ഒരു ചാർജ് കൊടുക്കേണ്ടത് വരും. എന്നാൽ ഒരു വർഷത്തിന് ശേഷം എക്സിറ്റ് ലോഡ് നില്ലായിരിക്കും, അഥവാ ഇല്ല. എന്നാൽ ഈ ഒരു എക്സിറ്റ് ലോഡ് നമുക്ക് നമ്മുടെ ഉദ്ദേശം ലോങ് ടൈം ആണെങ്കിൽ കൂടിയും പല അത്യാവശ്യ സമയങ്ങളിലും നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കേണ്ട ചാർജ് അല്ല, ടോട്ടൽ റിഡംഷൻ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ആണ് എക്സിറ്റ് ലോഡ്. അപ്പോൾ എക്സിറ്റ് ലോഡ് കൂടുതലായിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൂടുതൽ എക്സിറ്റ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ നേരത്തെ എക്സ്പെൻസ് റേഷ്യോ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എക്സിറ്റ് ലോഡ് കുറഞ്ഞിരിക്കണം നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് CAGR അഥവാ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റോക്ക് IPOയിലേക്ക് വരുമ്പോൾ ആ ഒരു IPOക്ക് ഒരു പ്രൈസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിനും ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് NFO എന്ന് പറയും. അതിനുശേഷം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിട്ടേണിയാണ് നമ്മൾ CAGR എന്ന് പറയുന്നത്. അപ്പോൾ CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് അത് നമുക്കൊരു 1 ഇയർ നോക്കിയാൽ പോരാ, നമുക്കത് മിനിമം ഒരു 3-4 വർഷം നോക്കുമ്പോഴാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കൃത്യമായി ഒരു 3 വർഷം നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കി തന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനിയും നമ്മൾ ഇനിയും നോക്കാൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. നമുക്കറിയാം, ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് റിട്ടേൺ നൽകുമ്പോൾ ഇപ്പോൾ ഒരു നിഫ്റ്റി 50 എന്ന് പറയുന്നത് നമുക്കൊരു ബെഞ്ച് മാർക്കാണ്, 50 കമ്പനികളുടെ സൂചികയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് എത്രമാത്രം റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സിൽ എത്രമാത്രം ചലനം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബീറ്റ 1 ആൻഡ് എബോ എന്ന് പറയുന്നത് ഹൈലി വോളറ്റിലായിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടാണ്. എന്നാൽ റിട്ടേണും കൂടെ ഉണ്ടാവും. 1 ആൻഡ് ബിലോ എന്ന് പറയുന്നത് ബീറ്റ വാല്യൂ 1 ആൻഡ് ബിലോ എന്ന് പറയുന്നത് വോളറ്റിലിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ, ബീറ്റ വാല്യൂ മാറ്റി നിർത്തിയാൽ കൂടിയും നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ് റേഷ്യോവും നമ്മുടെ എക്സിറ്റ് ലോഡും CAGRഉം AUMഉം തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടറിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ കുറച്ചും കൂടി മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ മ്യൂച്വൽ ഫണ്ട് പല 2-3 തരത്തിലുള്ള ബേസിക്കലി ഉള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഡെപ്റ്റ് ഫണ്ടുകളിലും ഉണ്ടാവാം നിക്ഷേപം, ഇക്വിറ്റിയിലും ഉണ്ടാവാം നിക്ഷേപം. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഉള്ളത്. ഇനി ഇക്വിറ്റിയിൽ തന്നെ വളരെ സബ്സിഡിയറി ആയിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, ലാർജ് ക്യാപ്പ് കമ്പനീസ്, മിഡ് ക്യാപ്പ് കമ്പനീസ്, സ്മോൾ ക്യാപ്പ് കമ്പനീസ്. അതുപോലെ തന്നെയുണ്ട് മ്യൂച്വൽ ഫണ്ട്. ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഉണ്ട്, പിന്നെ ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഫണ്ടും ഉണ്ട്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്കിതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ നമ്മൾ ടെക്നിക്കലി എങ്ങനെ അനലൈസിസ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.